folks, welcome back to Shana's in Wonderland with another episode. അപ്പോൾ ഞാൻ ഈ ട്യൂഷനിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ അല്ലേ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ തന്നെ ആയിക്കോട്ടെ ബാക്കി. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം പറയാം, ഞാൻ എൻ്റെ തോട്ട്സാണ്, എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ട് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു സബ്ജക്റ്റ് ഇഷ്ടമില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ആ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ എക്സ്പ്ലെയിനിങ് മെത്തേഡ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിനോട് വെറുപ്പ്, ആ ബോറിങ് ആയിപ്പോൾ. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ സോഷ്യൽ. ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടിക്ക് വീക്കായിരുന്നു, ഹിന്ദി ഒരു കുട്ടിക്ക് വീക്കായിരുന്നു എന്ന് എൻ്റെ മോൻ്റെ ഫ്രണ്ട്സിൽ. നമ്മൾ സോഷ്യലൊക്കെ നല്ല ഹിസ്റ്ററി, ഞാൻ സോഷ്യൽ ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഹിസ്റ്ററി, ജിയോഗ്രഫി എനിക്ക് വലിയ ഫേവറേറ്റ് അല്ലാത്ത സബ്ജക്റ്റാണ്. പക്ഷേ നമ്മളതൊരു മെച്യൂറായി കഴിഞ്ഞപ്പോൾ അത് സ്റ്റോറി രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ, ഹിസ്റ്ററി പ്രത്യേകിച്ച്, പിന്നെ ജോഗ്രഫി വേറെ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അത് ഇൻട്രസ്റ്റിംഗ് ആയി വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഒരു ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിനോട് ഭയങ്കര ദേഷ്യം. അങ്ങനെയാണ് എനിക്ക് മാത്സ് ഇഷ്ടമില്ലാണ്ടായത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ എൻ്റെ മാത്സ് ടീച്ചർ ഒരു പഞ്ചാബി ടീച്ചറായിരുന്നു. ടീച്ചർ എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല, ടീച്ചർക്ക് ഭയങ്കര പാർഷ്യാലിറ്റി ആയിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ ഭയങ്കര ഹൈ ബിസിനസ് ലെവലിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ നല്ലതായിരുന്നു കേട്ടോ, അവർക്ക് അങ്ങനത്തെ ജാടിയൊന്നുമില്ല. പക്ഷേ ടീച്ചർ ഭയങ്കര സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ആ കുട്ടികൾക്ക് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം പിന്നെ നമുക്ക് ഒന്നാമത്തെ മാത്സാണ്, അപ്പോൾ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. ആ ടീച്ചറിൻ്റെ ക്ലാസ് എനിക്ക് തീരെ ഇഷ്ടമില്ലാണ്ടായിരുന്നു, ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഏറ്റവും മനസ്സിലാവാത്തത് മാത്സിൽ ഇൻട്രസ്റ്റും ലോണുള്ള അതിപ്പോഴും മനസ്സിലാവില്ല. വെച്ചാൽ അങ്ങനെയാണ്, നമ്മൾ ബേസ് പോയാൽ എല്ലാം പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്ന, എൻ്റെ അടുത്ത് ട്യൂഷന് വരുന്ന കുട്ടികൾക്ക് നല്ല സ്ട്രോങ് ബേസ് കൊടുക്കും. നമ്മൾ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈച്ച് ചൈൽഡിന് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ എല്ലാ ചൈൽഡിനും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈച്ച് ചൈൽഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ഇമ്പോർട്ടൻസുള്ള ഫീല് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് താനേ വരും. എല്ലാ കുട്ടികൾക്ക് കുട്ടികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. നമ്മൾ കുട്ടികൾക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ആണ്, ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ഗെറ്റ് റെസ്പെക്റ്റ് ആണ്. കുട്ടികളോട് നമ്മളിങ്ങനെ ഡീൽ ചെയ്യുന്ന അതേ വേയിലാണ് കുട്ടികൾ നമ്മളോട് ഡീൽ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് കുട്ടികളെ പറ്റി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ ഈ മാത്സ് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, ഒന്ന് തലയിൽ കയറിയേയില്ല. സ്പെഷ്യലി ആ ഒരു ലെസൺ, ഇൻട്രസ്റ്റ് ലോണിൻ്റെ. എനിക്ക് എൻ്റെ പപ്പാനോട് ആകെ, എൻ്റെ പപ്പ ദേഷ്യം പിടിക്കില്ല, പപ്പ ചീത്ത ഒന്നും പറയില്ല, വഴക്കൊന്നും പറയില്ല. വഴക്ക് പറയുന്ന മമ്മിയാണ്, അത് എൻ്റെ കുർത്തക്കേട് തൊട്ട് തന്നെയാണ് വഴക്ക് പറയുന്നത്. പക്ഷെ പപ്പ എന്നെ മാത്സ് പഠിപ്പിക്കാനിരിക്കും, ഈ ഇൻട്രസ്റ്റിൻ്റെ ലെസണായിരിക്കും, ഈ ഇൻട്രസ്റ്റും ലോണും ഒക്കെയാണ്. ആ ലെസൺ പഠിപ്പിക്കുമ്പോൾ ഞാൻ പപ്പൻ്റെ കണ്ണ് വലുതാവും. എന്താ വെച്ചാൽ, അപ്പുറത്തെ വീട്ടിൽ ആരോ ഒരു പയ്യനുണ്ട്, ബോബി സിറ്റ്മേൽ പാട്ട് പാടുന്നത്, ഞാൻ അവിടെയാണ് ശ്രദ്ധ. ലാസ്റ്റ് എന്നോട് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കും. അപ്പോൾ എൻ്റെ പപ്പാൻ്റെ കണ്ണ് വലുതാവും, അങ്ങനെ ഞാൻ കരയാൻ തുടങ്ങും. അപ്പോൾ അതാ പറയുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് വേണം ഒരു സബ്ജക്റ്റിൽ. ഇൻട്രസ്റ്റ് വരുത്തണമെങ്കിൽ ടീച്ചേഴ്സ് വേണം ഇൻട്രസ്റ്റ് വരുത്താൻ. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് വേയിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇന്നത്തേക്ക് ഇത് മതി, നാളെ ഇനി ബാക്കി. ഓക്കെ, ബൈ, ടേക്ക് കെയർ.